നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ, ഇവിടെ നാം ചർച്ച ചെയ്യുന്നത് ശ്രീ മേൽപ്പത്തൂർ നാരായണ ഭട്ടപാദനാൽ വിരചിതമായ ശ്രീമൻ നാരായണീയത്തിലെ കപിലാവതാരമെന്ന 14-ാമത്തെ ദശകത്തിലെ 2-ാമത്തെ ശ്ലോകമാകുന്നു. ഇവിടെ പ്രസ്തുത ശ്ലോകത്തിൻ്റെ വൃത്തം വസന്ത തിലകമാകുന്നു. സമയേ ഖലു തത്ര കർദ്ദമാഖ്യോ ദ്രുഹിണശ്ഛായാഭവ സ്തദീയവാചാ ധൃതസർഗരസോ നിസർഗരമ്യം ഭഗവംസ്ത്വമയുധം സമാസിഷേവേ. സമയേ ഖലു തത്ര കർദ്ദമാഖ്യഃ ദ്രുഹിണഛായാഭവഃ തദീയവാച ധൃതസർഗരസഃ നിസർഗരമ്യം ഭഗവൻ ത്വം അയുധം സമാസിഷേവേ. ഇനി പ്രസ്തുത ശ്ലോകത്തിൻ്റെ അന്വയം ശ്രദ്ധിക്കുക. ഹേ ഭഗവൻ, തത്ര ഖലു സമയേ കർദ്ദമാഖ്യഃ ദ്രുഹിണഛായാഭവഃ തദീയവാച ധൃതസർഗരസഃ നിസർഗരമ്യം ത്വം അയുധം സമാസിഷേവേ. ഇനി പ്രസ്തുത ശ്ലോകത്തിൻ്റെ സാരാംശം ശ്രദ്ധിക്കുക. അക്കാലത്ത് ബ്രഹ്മാവിൻ്റെ നിഴലിൽ നിന്നും ജന്മമെടുത്ത കർദ്ദമൻ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ മാനിച്ച് പ്രജാസൃഷ്ടിയിൽ വ്യാപൃതനായി അഭിനിവേശമുള്ളവനായി തീരുകയും നിസർഗമോഹനനായ അങ്ങയെ 10,000 സംവത്സരം തപസ് ചെയ്യുകയും ചെയ്തു എന്ന് സാരം. നമസ്തേ.